ബംഗ്ലാദേശുമായി ചങ്ങാത്ത സ്ഥാപിച്ച ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന്റെ വമ്പൻ നീക്കമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് ബംഗ്ലാദേശിൽ ആസ്ഥാനം നിർമ്മിച്ച് ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റ് പാകിസ്ഥാൻ തയ്യാറാക്കിയെന്നാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ നീക്കം ശക്തമായി തന്നെ നേരിടാൻ അതിർത്തികളിൽ സേനാ വിന്യാസം ശക്തമാക്കാനുള്ള നിർദ്ദേശം പ്രതിരോധ വകുപ്പ് നൽകിയതായുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇതുവഴി, അതായത് ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് വൻതോതിൽ തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റാൻ പാകിസ്ഥാൻ വലിയ പദ്ധതി തയ്യാറാക്കിയത്. ഇത് സംബന്ധിച്ച വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ പെട്രോളിങ്ങും നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പാക് അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം അസാധ്യമാകുന്ന തരത്തിലുള്ള സുരക്ഷയാണ് ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചത്. ഇത് പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കി. ഇതിനുശേഷമാണ് ബംഗ്ലാദേശുമായി പതിയെ പതിയെ പാകിസ്ഥാൻ ചങ്ങാത്തം സ്ഥാപിക്കുന്നത്. ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളുമായി, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ഇപ്പോൾ ഭരണം കൈയാളുന്ന ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടവുമായി പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ വലിയ ചങ്ങാത്തം സ്ഥാപിക്കുന്നു. പതിയെ പതിയെ ബംഗ്ലാദേശിനുള്ളിലേക്ക് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്തിനേറെ പറയുന്നു, പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ ഓഫീസ് പോലും ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിൽ സ്ഥാപിക്കാനുള്ള തീരുമാനം ബംഗ്ലാദേശ് അനുവദിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ ഒരു ഹബ്ബായി പതിയെ പതിയെ ബംഗ്ലാദേശിനെ മാറ്റിയെടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. ഇതുകൂടാതെ തന്നെ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം ലക്ഷ്യമിട്ടുകൊണ്ട് ബംഗ്ലാദേശുമായി സൈനിക ഉടമ്പടിക്ക് പാകിസ്ഥാൻ തീരുമാനിച്ചു. അതിന്റെ ചർച്ചകളും പാകിസ്ഥാൻ സൈനിക നേതൃത്വവും ബംഗ്ലാദേശിന്റെ സൈനിക നേതൃത്വവും തമ്മിൽ നടന്നു. ഇതും ഇന്ത്യ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള സൈനിക ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്നത് യുദ്ധമുണ്ടായാൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് ശത്രുവിനെ ആക്രമിക്കും, ആയുധങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യും. ഇന്ത്യയെ കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചാൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആ നിർണായക രഹസ്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്യും. അങ്ങനെ ആയുധ കാര്യത്തിലും സായുധ കാര്യത്തിലും പരസ്പരം സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഉടമ്പടി കരാർ, സൈനിക പ്രതിരോധ ഉടമ്പടി കരാർ. എന്നാൽ ഇത് ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇരു രാജ്യങ്ങളും ഈ സൈനിക ഉടമ്പടികൾ സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ബംഗ്ലാദേശിന് ഇത് വലിയ തിരിച്ചടിയുടെ കാര്യമായി മാറുമെന്നാണ് ബംഗ്ലാദേശിലെ പ്രതിപക്ഷം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത് മാത്രവുമല്ല, മുഹമ്മദ് യൂനിസ് എന്ന നേതാവിന് ബംഗ്ലാദേശിന്റെ ഭരണം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 2026 ഫെബ്രുവരിയിൽ പൊതുതെരഞ്ഞെടുപ്പ് വരികയാണ്. ആ പൊതുതെരഞ്ഞെടുപ്പിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ബംഗ്ലാദേശിൽ ഭരണത്തിൽ വരും. ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും ഇന്ത്യയുമായി ഇത്തരത്തിൽ വിഘടിച്ചു നിൽക്കാനോ ഇന്ത്യയുമായി എതിർത്ത് മുന്നോട്ട് പോകാനോ കഴിയില്ല. കാരണം ഏറ്റവും ശക്തനായ ഒരു അയൽ രാജ്യമാണ് ഇന്ത്യ. ആ അയൽ രാജ്യത്തിനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാനെ പോലെ തകർന്നടിഞ്ഞ് തരിപ്പണമാകാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നാലും അവർ ഇന്ത്യയുമായി ഒരു സഹകരണത്തിന് മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ഇത് വ്യക്തമായി തന്നെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രലോഭനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ കാര്യങ്ങൾ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും, പാകിസ്ഥാന്റെ പ്രലോഭനത്തിൽ വീണാൽ അത് ബംഗ്ലാദേശിന് ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാകുമെന്നും, ബംഗ്ലാദേശിന്റെ ഭാവി തന്നെ ഇരുട്ടിലാക്കപ്പെടുമെന്നും ബംഗ്ലാദേശിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ വ്യക്തമാക്കുന്നു. എന്തായാലും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനും ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ കടത്തിവിടാനും ഇന്ത്യയെ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിനെ കൂടി കൂട്ടുപിടിച്ച് ഇന്ത്യ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ വമ്പൻ പദ്ധതി, ആ പദ്ധതി മണത്തറിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം. അതിർത്തികളിലൂടെ ഭീകരന്മാരെ വൻതോതിൽ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം, ആ ശ്രമത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ സേന എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം.